ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1713. ഇന്ന് സെപ്റ്റംബർ മാസം 8-ാം തീയതി 252 ദിവസത്തിലെത്തി. വീണ്ടും ഒരു ഞായർ ദിനമാണ്. സുറിയാനി സഭയെ സംബന്ധിച്ചിന്ന് പരിശുദ്ധ കന്യകമറിയാമിന്റെ ജനന പെരുന്നാൾ ദിനമാണ്. 8 നോമ്പിന്റെ സമാപന ദിനവും. മറിയം കടന്നുപോയ വഴികളും നേരിട്ട സഹന സാഹചര്യങ്ങളും ഏതൊരാൾക്കും സുപരിചിതമാണ്. അവയെല്ലാം മറികടക്കാനായിട്ട്, ശക്തമായി മുമ്പോട്ട് പോകാനായിട്ട് മറിയത്തിന് പ്രകാശവും പ്രേരണയുമായത് യേശു എന്ന ഒരു സാന്നിധ്യബോധമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന് ദൈവം പറഞ്ഞയച്ച മാലാഖ അറിയിച്ച ദൂതും. അതുകൊണ്ട് തന്നെ പിന്നീട് മറിയം ചോദ്യങ്ങളൊന്നും ആരോടും ചോദിക്കുന്നില്ല. ദൈവത്തോടും അല്ല ദൈവം അയച്ച ദൂതരോടുമൊക്കെ തുടക്കത്തിൽ ചോദിക്കാനായിട്ട് ധൈര്യപ്പെട്ട, യുക്തിയും ബുദ്ധിയും വിവേകവും പ്രകടിപ്പിച്ച മറിയം പിന്നീട് മറുചോദ്യങ്ങളൊന്നുമില്ലാതെ സ്വർഗത്തിന്റെ നിർദ്ദേശങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ, അക്ഷരം പ്രതി അനുസരിക്കാൻ അങ്ങനെ ധ്യാനിച്ചു തുടങ്ങുന്നു. സ്വയം മൗനത്തിലേക്ക് എത്തുന്നു. ജീവിത പങ്കാളിയുടെയും നിർദ്ദേശങ്ങൾ അങ്ങനെ സ്വീകരിക്കുന്നുണ്ട്. ഇത് ഭർത്താവിൻ്റേത് മുഴുവൻ ഭാര്യ ഉൾക്കൊള്ളണമെന്നോ സ്വീകരിക്കണമെന്നോ മാത്രമല്ല അർത്ഥം. ജീവിത പങ്കാളി എന്ന് വെച്ചാൽ അത് ഭർത്താവും ഭാര്യയുമാണ്. ഒരു പരസ്പര ധാരണ, കൊടുക്കൽ വാങ്ങല് നടക്കാതെ പോകുന്നുണ്ട്. മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളും ചങ്ങാതിമാരും ഗുരുശിഷ്യന്മാരും പുരോഹിതരും ആ ആടുകളും ഒരിടയിലും അത്തരമൊരു ധാരണയൊന്നും ഉണ്ടാവുന്നില്ല. യുക്തി കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരാളിൽ നിന്ന് വിശ്വാസത്തിന്റെ നിറവില്, പ്രത്യാശയുടെ പൂർത്തീകരണത്തിൽ സ്വയം നിശബ്ദയാകുന്ന പക്വതയുള്ള ഒരു അമ്മയുടെ വളർച്ചയും മറിയത്തില് കാണാതെ പോകരുത്. ഒരാളുടെ ഹൃദയവലിപ്പം അളക്കേണ്ടത് എങ്ങനെയാണ്? പരിഭവമില്ലാതെ, പരാതികളില്ലാതെ ഒരാൾക്ക് ഹൃദയത്തിൽ എന്തുമാത്രം കാര്യങ്ങൾ നിശബ്ദമായി സൂക്ഷിക്കാനാവുന്നുണ്ട്, അത് അളന്നാൽ മതി. ഹൃദയം ചെറുതാകുമ്പോഴാണ് വാക്കുകൾ ഒരുപാടുണ്ടാവുന്നത്. ഹൃദയം വലുതാകുന്തോറും ശരിക്കും നമ്മുടെ അധരങ്ങൾ സ്വസ്ഥമാകും. ചോദിക്കാൻ ചോദ്യങ്ങൾ അനേകമുണ്ടാവും. സംശയിക്കാനായിട്ട് ഒത്തിരി കാരണങ്ങളും, പറയാനായിട്ട് നല്ല ചുട്ട മറുപടികൾ ഒത്തിരിയുണ്ട്. എന്നിട്ടും ചിലർ പാലിക്കുന്ന മൗനം എന്താണ്? ഹൃദയത്തിന്റെ ഏതോ കോണിൽ അവയൊക്കെ അവർ സംഗ്രഹിക്കുന്നുണ്ട്. ഒരു മൗനത്തിനും ധ്യാനത്തിനും വിധേയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് മറിയത്തിന്റെ ഹൃദയം അങ്ങനെയാണ്. ശരിക്കും യേശുവിന് വരാനും വസിക്കാനും വളരാനുമുള്ള ഇടമായി മാറുന്നത്. എല്ലാറ്റിന്റെയും പിന്നില് ദൈവിക പദ്ധതികളുണ്ട്. ദൈവകരങ്ങളിലാണ് ഓരോരുത്തരുമെങ്കിലും ഒന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങിയാൽ നമുക്ക് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളെ ഉള്ളു കേട്ടോ എല്ലാവർക്കും. പരിശുദ്ധ അമ്മ മറിയത്തിന്റെ ജനന പെരുന്നാളിലേക്ക് ഒരാണ്ടുകൂടി ആയുസ്സും ആരോഗ്യവുമൊക്കെ ദൈവം കരുതി സൂക്ഷിച്ചുവല്ലോ. നന്ദി പറയാം. മുമ്പോട്ടുള്ള ഒരാണ്ടിനെയെങ്കിലും സമർപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, ഒരുങ്ങാം, നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കാം. ഒപ്പമുള്ള സഹജീവികളോട്, ശരിക്കും നമ്മളുടെ ഒപ്പമുള്ള മനുഷ്യരോട്, ഭൂമിയോട്, പ്രകൃതിയോട്, പ്രപഞ്ചത്തോട്, മണ്ണിനോട്, പച്ചപ്പിനോട് ഒക്കെ ഒരു അടുപ്പവും ആദരവും അനുഭാവവും അനുകമ്പയും ഒക്കെ പ്രകടിപ്പിക്കാം. പ്രാർത്ഥനയോടുകൂടി. ആമേൻ.